കിട്ടി, ശമ്പളം മേടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 3 മാസമായി. ചെലവ് ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അയ്യടാ, അഡ്വൈസ് മെമ്മോ ഒക്കെ കറക്റ്റ് ആയിട്ട് ഇവിടെ എത്തുന്നുണ്ട്, പക്ഷേ ജോലി മാത്രം കിട്ടണില്ല. ഓ, നിങ്ങളൊക്കെ വലിയ ഭാഗ്യമുള്ളവരല്ലേ, നമ്മളൊക്കെ ഭാഗ്യദോഷികൾ. ശരി, അപ്പൊ ഫ്രീ ആവുമ്പോ വിളിക്കേ. ഓക്കെ. ആരാടി വിളിച്ചത്? എന്റെ ഫ്രണ്ടാണമ്മ. എന്താ നിന്റെ ഫ്രണ്ടിന് പേരില്ലേ? പേര് പറഞ്ഞ അമ്മ അറിയോ? ഞാൻ അറിയണ്ട, നീ പേര് പറ. അമ്മ എന്റെ എല്ലാ ഫ്രണ്ട്സിനെ അമ്മയ്ക്ക് അറിയാമോ? അതാ പറഞ്ഞത്, ഞാൻ അറിയണ്ട. നിനക്ക് പേര് പറഞ്ഞാൽ എന്താ? അപ്പൊ അതിനകത്ത് എന്തോ കള്ളത്തരമുണ്ടല്ലോ. എന്ത് കള്ളത്തരം? പറയടി പേര്. പ്യാരിജാതൻ. അവനെന്തിനാ നിന്നെ വിളിച്ചത്? ചുമ്മാ. ചുമ്മാ? എന്ത് ചുമ്മാ? മര്യാദക്ക് കാര്യം പറ മണ്ടു. എന്റെ പൊന്നമ്മേ, PSC കോച്ചിങ് സെന്ററിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അതിന് ഇപ്പൊ ഒരു റാങ്ക് ലിസ്റ്റ് വന്നില്ലേ, അതിൽ എന്റെ റാങ്കിനേക്കാൾ താഴെയാണ് അയാളുടെ റാങ്ക്. പക്ഷെ ഭാഗ്യം കൊണ്ട് അയാൾക്ക് ജോലി കിട്ടി, എനിക്ക് കിട്ടിയില്ല. ഇത് പറയാൻ വേണ്ടിട്ട് അവൻ നിന്നെ വിളിച്ചു? ഒരു സന്തോഷം. പിന്നെ ഭയങ്കര സന്തോഷാണല്ലേ. എടി, ആ കോച്ചിങ് സെന്ററിൽ വേറെ എന്തോരം ആൾക്കാരുണ്ടായി, അവരെന്ന് വിളിക്കാതെ നിന്നെ തന്നെ വിളിച്ച് എന്ത് കാര്യത്തിനാ? അമ്മയ്ക്ക് എന്താണ്? എനിക്കൊന്നുമില്ല, നീ ആയിട്ട് ഒന്നും ഉണ്ടാക്കാതിരുന്നാ മതി. ഇവിടെ ആൾക്കാരെ കൊണ്ട് നീ എന്താ ചെലവ് ചോദിക്കുന്നുണ്ടായല്ലോ അവനോട്? അത് ജോലി കിട്ടിയ സന്തോഷത്തിൽ ചെലവ് വേണോന്ന് പറഞ്ഞേ. ആണാ? എന്നിട്ട് എന്റെ മോൾ അവന്റെ കൂടെ എവിടെ പോകാൻ പോണ ചെലവ് മേടിക്കാൻ? ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം തീർന്നു വിചാരിച്ചാ മതി നീ. അമ്മയ്ക്ക് എന്താണ്? എനിക്കൊന്നുമില്ല. അമ്മയ്ക്ക് ഏതാണ്ട് മാനസിക രോഗമാണ്. ആടി, ഇനി എന്നെ ഭ്രാന്തിയാക്കിക്കോ. ഞാനിങ്ങനെ നടക്കാനുള്ളത് കൂടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലാല് പ്യാരി ക്യൂരി എന്ന് പറഞ്ഞ ആരെങ്കിലും നിന്നെ വിളിച്ചാ അവനോടും കൂടി പറഞ്ഞേക്ക്, രണ്ടും തീരും. ഒരു ഫോൺ ചെയ്തതിന് ഇങ്ങനെ നടന്ന അലറേണ്ട കാര്യമൊന്നുമില്ല. അലറേണ്ട കാര്യമുണ്ട്. നീ ഇവിടെ വന്ന് ഈ അടുക്കളയിൽ കയറിക്കേ. അത് പറ്റൂല അവക്ക്. ഫോണിൽ ശൃംഖരിക്കാൻ നല്ല മിടുക്ക. അമ്മ എന്താണെന്ന്, ഞാൻ ഇവിടെ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നോട്ടെ. നിനക്ക് ഇവിടെ വന്നിരുന്നാലാണോ സ്വസ്ഥത കിട്ടുള്ളൂ? ഞാൻ എവിടെ പോയിരുന്നാലും അമ്മ ഇങ്ങനെ എന്റെ പുറകെ വരുമല്ലോ. അമ്മയ്ക്ക് കുറെ ദണ്ണുണ്ട്. നിന്റെ കൊഞ്ചലും കുഴലും കാണുമ്പോഴത്തേനും കേറിപ്പോടിയാത്ത്. ഞാൻ ഇവിടെ ഇരിക്കാനോ കേറിപ്പോവാൻ. അമ്മ എന്താണമ്മേ, ഒരു ദിവസം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പൊ അമ്മയ്ക്ക് മതിയോ? ഇത് തന്നെ ഞാൻ പറഞ്ഞു, നീ ഇറങ്ങി പോവും. പോകും. ഞാൻ എന്റെ അച്ഛനോട് നിക്കടി അവിടെ. എന്റെ പുറകെ വരണ്ട. നമസ്കാരം. അല്ല, ചാമളേച്ചി കാണണമെന്ന് പറഞ്ഞു, അതാ ഒന്ന്. അത് അവളുടെ ചില ഭ്രാന്ത്. ചാമളേച്ചി ഇല്ലേ അവിടെ? അവിടെ ഉണ്ട്. അല്ല, മോളുടെ കാര്യം എന്തായി? മോളുടെ കാര്യം ഒന്നും ശരിയായിട്ടില്ലടോ. അതിപ്പോ ഇന്ന് വരും നാളെ വരുന്ന വിചാരിച്ച് ഇങ്ങനെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് മാസം 3 ആയി. എന്തിനാ എന്റെ സത്യമായിട്ട് അങ്ങനെ നോക്കിയിരിക്കണത്? അങ്ങനെ ഒരാളെ നോക്കിയിരിക്കണ്ട. ഏത് കല്യാണം വേണോ, ഏതാ വന്നിച്ച് അപ്പം നടത്തണം. കല്യാണക്കാരി അല്ലടോ ഞാൻ പറഞ്ഞത്, ഞാൻ ജോലിയുടെ കാര്യം പറഞ്ഞതാ. ആരോഗ്യ സർവകലാശാലയിൽ നിന്ന് സെക്കൻഡ് ഗ്രേഡ് അസിസ്റ്റന്റിന്റെ ജോലിക്കുള്ള അഡ്വൈസ് വന്നിട്ട് 3 മാസമായി. രക്ഷപ്പെട്ടില്ലേ? എന്ത് രക്ഷപ്പെടാനടോ, അതിന് നിയമന ഉത്തരവ് വരണ്ടേ, അത് വന്നാലല്ലേ ജോലി കിട്ടൂ. അല്ല, അതും വരുന്നവരപ്പോ കാത്തിരുന്നിട്ടൊന്നും കാര്യമില്ല. ജോലി കിട്ടിയേ കിട്ടി, പലർക്കും കിട്ടാറുമില്ല. നീ തന്റെ കരുനാക്ക് വളച്ചിട്ട് പറയണ്ട ഒന്നും. എന്നാ പിന്നെ അതങ്ങ് അടയ്ക്കാം. അല്ലേ, ഞാൻ മോൾക്കൊരു നല്ല ആലോചനയായിട്ടാണ് വന്നിരിക്കുന്നത്. പാരിജാതൻ എന്നാണ് പയ്യന്റെ പേര്. സർക്കാർ ഉദ്യോഗസ്ഥനാ, പഠിത്ത് ജോലി കിട്ടിയതാ. അച്ഛൻ റിട്ടയർഡാണ്, ശീതളൻ. നമ്മുടെ ടൗണിലാണ് വീട്. നമുക്ക് അതൊന്നും ആലോചിച്ചാലോ? അല്ല, ആലോചിക്കൽ ഇപ്പൊ പെൺകുട്ടിയാണ്, എന്തായാലും ആലോചിക്കാതിരിക്കാൻ പറ്റില്ല. അതെ, പക്ഷേ അവൾക്ക് ജോലി കിട്ടിയിട്ടാണ് കല്യാണമുള്ളൂ. അതാണ് ഞങ്ങളുടെ തീരുമാനം. അല്ല, അത് കുഴപ്പമില്ല. അപ്പൊ അവര് ജോലി കിട്ടുന്നവരെ കാത്തിരിക്കാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ പിന്നെ നോക്കാം. അത് ഈ പാരിജാതൻ എന്ന് പറഞ്ഞ പയ്യനെ നമ്മുടെ മണ്ടോദരിന് നല്ല പരിചയത്രേ. പറഞ്ഞു വരുമ്പോ ചിലപ്പോ മണ്ടോദരിക്കും പാരിജാതനെ അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് നടത്തി കൊടുത്തൂടെ? നടത്തി കൊടുക്കണേ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജോലി കിട്ടാതെ കല്യാണം ഇല്ല, അതപ്പോ ഞങ്ങളുടെ തീരുമാനം. അല്ല, മതി. നിങ്ങൾ 2 കുടുംബക്കാരും തമ്മിൽ സംസാരിച്ചൊരു ധാരണയിലെത്തിയാൽ നടത്താവുന്നല്ലേ ഉള്ളൂ. അതിനൊക്കെ കാത്തു നിൽക്കാൻ തയ്യാറുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് നടത്താം. അതെ, അതന്നെയാണ് ഈ പാരിജാതനും പറഞ്ഞതേ. ഞാനേ ശീതളിനെ ചെന്ന് കണ്ടിട്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറയാം. അങ്ങ് സംസാരിച്ച് നടക്കട്ടെ. അതെ, നടക്കട്ടെ. അതെ, എന്നാ ഞാൻ പോയിട്ട് പറഞ്ഞ് റെഡിയാക്കട്ടെ. ഒന്ന് സംസാരിക്കും. വരേണ്ട ദിവസമൊക്കെ ഒന്ന് വിളിച്ചു പറയാം കേട്ടോ. ശ്യാമളേച്ചോടൊന്ന് പറഞ്ഞാൽ മതി. വേറെ 2 വീട്ടിൽ പോവാണ്ടേ. ആയിക്കോട്ടെ. ശരി. സത്യേട്ടാ, ആരാ വന്ന? ആരുടെ ഒച്ചയായിട്ടല്ലോ? അതാ ബ്രോക്കറാ, സുഗതൻ. അയ്യോ, എന്നിട്ട് അയാള് പോയോ? എന്താ പോയിക്കളഞ്ഞ്? ഞാൻ അയാളോടൊരു ആലോചനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായി. നിനക്ക് പ്രാന്താണ്. അപ്പൊ അവൾക്ക് ജോലി കിട്ടണ്ടേ? ജോലി കിട്ടിയിട്ട് വരെ കല്യാണം.
പോരാ, ജോലി കിട്ടിയിട്ട് പോരാ. പെണ്ണിനെ ഇവിടെ നിർത്തിയേക്കാനാ നിങ്ങൾ ഉദ്ദേശം? അയാൾ വന്നിട്ട് എന്താ പറഞ്ഞെന്ന് പറ. അയാളൊരു കല്യാണക്കാരും പറഞ്ഞു, അത്രേ ഉള്ളൂ. അതാ പറഞ്ഞത്. എന്താ പറഞ്ഞതെന്ന്? എന്താ പറഞ്ഞതെന്ന് കല്യാണം ആലോചിക്കാൻ വേണ്ടി വന്നു, അത് ആലോചിച്ചു അയാൾ പോയി. ചെറുക്കന് ജോലി ഉണ്ടോ? ചെക്കന് ഗവൺമെന്റ് ജോലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആണോ? പേരെന്താ? ചെറുക്കന്റെ പേര് പറഞ്ഞോ? പേരെന്താ? പ്യാരിജാതനം എന്തോ. അച്ഛന്റെ പേര് ശീതളന അത്രേ, അതുകൊണ്ടത് കാര്യം. ചെറുക്കന്റെ പേരെന്താന്ന് പറഞ്ഞേ? പ്യാരിജാതെന്ന് പറഞ്ഞാലും കേൾക്കില്ല. നിങ്ങളെ അവളെ കെട്ടിച്ചു വിടുന്ന ഇവിടെ വെച്ചോണ്ടിരുന്നോ? പഠിച്ചോളും. എന്താണ്? എന്ത് കുന്തം. സത്യേട്ടാ, നിങ്ങൾ ഈ പറമ്പിൽ കിടന്ന് നല്ലോണം അധ്വാനിക്കുന്നുണ്ട്. ഓ, ഇപ്പോഴെങ്കിലും നീ ഒന്ന് സമ്മതിച്ചല്ലോ. പക്ഷേ ചെയ്യണത് മുഴുവൻ പാഴ. അതിന് അച്ഛനിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ. എടാ പ്യാരി, നിന്റെ ജീവിതത്തിൽ നീ ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ടെൻഷൻ അടിക്കുന്നത്. ഈ അച്ഛനോട് പറഞ്ഞാലും മനസ്സിലാവില്ല ദൈവമേ. ഞാൻ മനസ്സിലാവാഞ്ഞിട്ടല്ല. കല്യാണം എന്ന് പറഞ്ഞ കുട്ടിക്കളിയല്ല. ഇക്കാലത്ത് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ജോലി ചെയ്താലും ജീവിക്കാൻ പറ്റാത്ത കാല. അച്ഛൻ പറയണ പോലെ ജോലിയുള്ളൊരു പെണ്ണിനെ കെട്ടുള്ളൂ. ഇതിപ്പോ ആ സുഗതൻ ചേട്ടൻ പറഞ്ഞ പെണ്ണ് അഡ്വൈസ് മെമ്മോ വന്ന് നിൽക്കുകയല്ലേ, അതിനുടനെ ജോലിയും കിട്ടുമല്ല. അഡ്വൈസ് മെമ്മോ ഒക്കെ എനിക്കും വന്നതാ. ഈ അഡ്വൈസ് മെമ്മോ വന്നു കഴിഞ്ഞിട്ട് പിന്നെ 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു സർവീസിൽ കയറുന്നത്, അതും വേറെ ഡിപ്പാർട്ട്മെന്റിൽ. അച്ഛന്റെ കാര്യം പോലെയാണ് ഇത്. അച്ഛനാണെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും താഴെ ഇരുന്നില്ലേ. എടാ പ്യാരി, കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നൊരു പെണ്ണ് ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടതാ. അപ്പം ആദ്യം മുതലേ കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കണം, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അച്ഛൻ പറയണ പോലെ ജോലിയുള്ളൊരു പെണ്ണിനെ ഞാൻ കെട്ടുള്ളൂ. പിന്നെ ഈ പെണ്ണിന്റെ ഡീറ്റെയിൽ ഒന്നും അന്വേഷിച്ചു പോകാൻ എന്നെ കിട്ടൂല. ഞാനുള്ള കാര്യം പറഞ്ഞു. എടാ പ്യാരി, എന്താ അച്ഛാ? എടാ ഞാൻ പറയുന്നതിൻ്റെ ഗൗരവം നിനക്ക് മനസ്സിലാവുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് ഇനി ആ പെൺകുട്ടിയായിട്ട് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തുറന്നു പറ. അയ്യോ എൻ്റെ പൊന്നച്ഛ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോ റാങ്ക് ലിസ്റ്റിലുള്ള ഒരു പെണ്ണായതുകൊണ്ട് നമ്മുടെ സുഗതേട്ടൻ വന്ന് പറഞ്ഞുകൊണ്ട് ആലോചിച്ചെന്നേ ഉള്ളൂ. അച്ഛൻ പറയണതിന്റെ അപ്പുറത്തോട്ട് ഞാൻ എങ്ങും പോകൂല. പിന്നെ ഇനി അന്വേഷിക്കണമെങ്കിൽ അച്ഛന് PSC ഓഫീസിൽ ഒരുപാട് സുഹൃത്തുക്കളില്ലേ, അവരോട് അച്ഛൻ അന്വേഷിക്ക്. പെൺകുട്ടിക്ക് ജോലി കിട്ടുമെങ്കിൽ മാത്രം നമുക്ക് ഈ കാര്യം ആലോചിച്ചാൽ മതി, പോരെ? ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അച്ഛൻ അന്വേഷിക്ക്. പുറത്തു പോണതിന് മുമ്പ് ആ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോ. എന്തായാലും ഒരു വസ്തു അത് കഴിച്ചിട്ടില്ല. മറിമായം